ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. സഹോദരൻ ശാന്തൻ പറഞ്ഞതുപോലെ നമുക്ക് ഫിലമോൻ്റെ ലേഖനത്തിൽ നിന്ന് തന്നെയാണ് വീണ്ടും ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. Like Chandra Uncle reminded us, so we're going to be looking into the book of Philemon. അതിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യം വായിക്കാം. Let's read from 23 to 25. Epaphras, my fellow prisoner in Christ Jesus, greet you, as do Mark, Articus, Demas, Luke, my fellow laborer. The grace of our Lord Jesus Christ be with you, with your spirit. Amen. ക്രിസ്തുവേശുവിൽ എൻ്റെ സഹബദ്ധനായ എപ്പഫ്രാസും എൻ്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കഴിഞ്ഞ സാറ്റർഡേ ബൈബിൾ സ്റ്റഡിയിൽ എപ്പഫ്രാസിനെ കുറിച്ചും മർക്കോസിനെ കുറിച്ചും ചുരുക്കമായി നാം ചിന്തിക്കുകയുണ്ടായി. Last time we considered from the character of Epaphras and from Mark. അതിന് 2 ആഴ്ച മുമ്പുള്ള സൺഡേയിൽ നമ്മൾ ദേമാസിനെ കുറിച്ച് ചിന്തിച്ചു. And on the Sunday before that, we considered the character of Demas. ഇന്ന് അരിസ്തർക്കോസിനെ കുറിച്ചും ലൂക്കോസിനെ കുറിച്ചും ചിന്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. And today we would like to consider Articus and Luke. അർത്തിക്കോസിനെ കുറിച്ച് നോക്കുന്ന ഉടനെ താൻ ഒരു മക്കദോന്യക്കാരൻ ആണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. As we look at the character of Aristarchus, we know that he's Macedonian. ഇവിടെ അർക്കിപ്പോസിനെ കുറിച്ച് പറയുന്നത് എൻ്റെ കൂട്ടുവേലക്കാരൻ ആയ അർക്കിപ്പോസ് എന്നാണ്. And he's introduced here as a fellow servant. അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്ന വ്യക്തി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. And we see that he was a fellow laborer with the Paul the apostle. എന്നാൽ കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത് സഹബദ്ധനായ അരിസ്തർക്കോസും എന്നാണ്. And in Colossians 4:10 we see that Aristarchus is a fellow prisoner. അത് Paul introduces him as. ഈ ലേഖനം രണ്ടും ഏകദേശം ഒരേ സമയത്ത് എഴുതിയ ലേഖനങ്ങളാണ്. And these Philemon and Colossians is written around the same time. അതുകൊണ്ട് ഇവിടെ അർക്കിപ്പോസിനെ കുറിച്ച് അരിസ്തർക്കോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അരിസ്തർക്കോസ് ഒരു പൗലോസിന് വേണ്ടി സഹബദ്ധൻ ആയി അവിടെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. And because they were written around the same time, we can extrapolate that Aristarchus was a fellow prisoner or fellow servant of the Lord with the apostle Paul. അത് തന്നെ സ്വയമായി ഒരു ബദ്ധൻ ആയതാണ്, അല്ലാതെ തന്നെ അങ്ങനെ ആ നിലയിൽ ബദ്ധനാക്കിയതല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And we see that he was a self prisoner and he wasn't imprisoned by someone else. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നാം ഒരു വാക്യം വായിക്കുന്നുണ്ട്. 13-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ Hebrews chapter 13 verse 3, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങൾ തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ. Hebrews 13:3 we remember the prisoners as if we chained with them, those who are mistreated, since you yourself are also in the body also. ഇവിടെ മലയാളത്തിൽ വായിക്കുമ്പോൾ അത്രത്തോളം ആ വാക്യം അത്ര ക്ലിയർ അല്ല. നിങ്ങൾ തടവുകാർ എന്ന പോലെ തടവുകാരെയും എന്ന് ആണ്. എന്നാൽ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആണ്. നിങ്ങൾ ആ തടവുകാരോട് കൂടെ നിങ്ങളും ആയിരിക്കുന്നത് പോലെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനാണ് അവിടെ പറയുന്നത്. It's better translated in English because it says prisoners as if chained with them.
that we are supposed to identify with them because we are chained with them. അത് തടവിൽ കിടക്കുന്ന ഒരു തടവുകാരനോട് നമ്മെയും ചേർത്ത് ബന്ധിച്ചിരിക്കുന്നു എന്ന നിലയിൽ ആ നിലയിലുള്ള ചിന്തയിലാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. And we are to pray for them as we are with them in chains in prison. ഇവിടെ ഈ അരിസ്തർക്കോസ് ആ നിലയിൽ പൗലോസിനോട് കൂടെ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, പൗലോസിനെ ശുശ്രൂഷിക്കുവാൻ പൗലോസിനോട് കൂടെ താൻ അവിടെ തടവിൽ ഒരു ബദ്ധനായിരിക്കുകയാണ്. And just like that, Aristarchus was also that familiar with Paul because he prayed for Paul and ministered to Paul like he was with Paul in prison. ഈ അരിസ്തർക്കോസ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നല്ല ഭരണാധികാരി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. The name Aristarchus it translates to a good ruler. എന്നാൽ താൻ എവിടെയും എന്തെങ്കിലും ഭരണം നടത്തിയതായി നാം എങ്ങും വായിക്കുന്നില്ല. But we don't read of him ruling anything. എന്നാൽ തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ താൻ നല്ല ഭരണം തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ താൻ നടത്തിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. But we can see that he ruled his life well. തന്നെക്കുറിച്ച് നമുക്ക് പേര് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം അതിൻ്റെ 20 വാക്യത്തിലാണ് ആദ്യമായി കാണുവാൻ കഴിയുന്നത്. We first see him in Acts chapter 19 verse 29. Verse 29. അവിടെ നാം വായിക്കുന്നത് അവിടെ ഒരു പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു. അവർ പൗലോസിൻ്റെ കൂട്ടുയാത്രക്കാരായ ഗായോസിനെയും അരിസ്തർക്കോസ് എന്ന മെക്കദോന്യക്കാരെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് പാഞ്ഞു ചെന്നു. So the whole city was filled with confusion and rushed into the theater with one accord, having seized Gaius and Aristarchus, Macedonians, Paul's travel companions. ഇവിടെ ഈ സംഭവം എഫേസോസിൽ നടക്കുന്ന കാര്യമാണ്. And this takes place in Ephesus. എന്നാൽ ഇവിടെ അരിസ്തർക്കോസ് മക്കദോന്യക്കാരനാണ് എന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. And here we see that Aristarchus is a Macedonian. എന്നാൽ എങ്ങനെ താൻ ഇവിടെ എഫേസോസിൽ എത്തി എന്നതിന് കാര്യമായ തെളിവ് നമുക്ക് ലഭിക്കുന്നില്ല. But we don't know how he ended up in Ephesus. അതിന് കാരണം ഇവിടെ ഫിലിപ്പിയയിൽ അപ്പോൾ സാധാരണ എഴുത്തുകാരനായ ലൂക്കോസ് ഫിലിപ്പിയിൽ വന്നപ്പോൾ ആ ഫിലിപ്പിയയിൽ താൻ അവിടെ ആയിരിക്കുകയും പിന്നീട് താൻ പൗലോസിനോട് ചേരുന്നത് പ്രവൃത്തി 20 അധ്യായം 5 വാക്യം മുതലാണ്. അതുകൊണ്ട് വ്യക്തമായ ഒരു രേഖ തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. He was with Philippi, or he was in Philippi at first, but we don't really know how he ended up in Ephesus with Paul. എന്നാൽ ഇവിടെ 17 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് പൗലോസ് തെസ്സലോനിക്കയിൽ ചെന്നുവെന്ന്. We know and we read that in Acts chapter 17 that Paul reached Thessalonica. ഈ തെസ്സലോനിക്ക എന്ന് പറയുന്നത് മക്കദോനിയയിലെ ഒരു പ്രധാന പട്ടണമാണ്. And just like Macedonia is another important ഇവിടെ city. ആ തെസ്സലോനിക്കയിൽ ചെന്ന് പൗലോസ് അവിടെ സുവിശേഷം അറിയിക്കുകയും അനേകർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. And we know that when Paul reached there, he proclaimed the gospel in Thessalonica, and many came to Christ. 17 അധ്യായം അതിൻ്റെ 4 വാക്യത്തിൽ വായിക്കുന്നു, അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും സീലാസിനോടും ചേർന്നു എന്നവിടെ നാം വായിക്കുന്നുണ്ട്. And we read in Acts 17:4, and some of them were persuaded, and a great multitude of devout Greeks, and not only few of the leading women joined Paul and Silas. അവരിൽ ചിലർ എന്ന് പറയുന്നത് യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. കാരണം പൗലോസ് യഹൂദന്മാരുടെ പള്ളിയിൽ ആണ് സുവിശേഷം അറിയിച്ചത്. And when he is referred to the few is referred as the Jews because Paul was ministering in a synagogue. അതുകൊണ്ട് അവിടെ വെച്ച് ഈ തെസ്സലോനിക്കയിൽ വെച്ച് ഈ അരിസ്തർക്കോസ് കർത്താവിൽ വിശ്വസിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. And we see that during this ministry
in Thessalonica, we can see that Aristarchus came to the saving knowledge of Christ. അവിടെയും യഹൂദന്മാരെ അസൂയ പൂണ്ട് സഹോദരന്മാരെ ഈ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവിടെയും കലഹമുണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And because the Jews were jealous of Paul and Silas, we see that they caused a commotion there. അവിടെ യാസോനെയും ചില സഹോദരന്മാരെയും ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ടും കാണുവാൻ കഴിയും. And we see that the Jason was assaulted and he was dragged in front of the rulers. എന്നാൽ അവിടെ അരിസ്തർക്കോസിന്റെ പേര് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഈ മധ്യത്തിനിടയിൽ അരിസ്തർക്കോസ് കർത്താവിൽ വിശ്വസിച്ച് പൗലോസിനോട് ചേർന്നു എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കുവാൻ കഴിയും. Aristarchus' name is not mentioned in this group, but we can deduce that he was with this group that was at Jason's house, who were brought to the rulers. അതിനുശേഷം പൗലോസിനോട് ചേർന്ന് താൻ എഫേസോസിൽ വന്നു എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കുവാൻ കഴിയുന്നുണ്ട്. And then from that point on, you see that he joined with Paul and came to Ephesus. അവിടെയും വലിയ കലഹം ഉണ്ടാക്കുന്നതായ വലിയ ഒരു കലഹം നടക്കുന്ന കാര്യം നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. And we see that a great commotion takes place there as well. അതിന്റെ മധ്യത്തിലേക്കാണ് ഈ അരിസ്തർക്കോസിനെയും ഗായോസിനെയും അവർ കൂട്ടിക്കൊണ്ട് വരുന്നത്. And it's in the midst of this persecution we see that Aristarchus and Gaius they joined with Paul. എന്നാൽ ആ നിലയിൽ പുതുതായിട്ട് അവർ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർ ആണ്. എന്നാൽ എങ്കിലും അവർ വിശ്വാസത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Even though they were recent converts, we see that even through persecution they remained strong and they remained in Christ. അങ്ങനെ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന അല്ലെങ്കിൽ നല്ല റൂളർ എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തെ നന്നായി നയിക്കുന്ന ഒരു നല്ല റൂളർ ആയിരുന്നു ഈ അരിസ്തർക്കോസ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. And we see that Aristarchus, even through persecution, that since his name meant he was a good ruler, he ruled his life well even through persecution. താൻ ഒരു യഹൂദ മതാനുസാരിയോ ആയിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. കാരണം ഈ പരിച്ഛേദനക്കാർ കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ 10-11 വാക്യത്തിൽ പരിച്ഛേദനക്കാരുടെ കൂട്ടത്തിൽ ഈ അരിസ്തർക്കോസും ഉണ്ടായിരുന്നു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. We can say that Aristarchus either is a Jew or is a convert to Judaism, is proselyte. We see that in Colossians. അതുകൊണ്ട് ആ നിലയിൽ താനും ഒരു യഹൂദൻ ആയിരുന്നു എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കുവാൻ കഴിയും. We can see that he followed the Jewish practices. മാത്രമല്ല കൊലോസ്യയിലുള്ള വിശ്വാസികൾക്കും ഫിലെമോനും താൻ ഒരു പരിചയമുള്ള സുപരിചിതനായ വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് കൊലോസ്യയിലെ സഭയ്ക്കും ഫിലെമോനും തൻ്റെ വന്ദനം അറിയിക്കുന്നത്. We see that he was also known by the saints in Colossae and Philemon. That's why we see that Paul here is reintroducing him. എന്നാൽ പൗലോസിന്റെ അന്ത്യസമയത്തേക്ക് 2 തിമോത്തിയോസിൽ നാം വായിക്കുമ്പോൾ ഈ അരിസ്തർക്കോസിനെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. But when we look at 2 Timothy, towards the end of Paul's life, we see his name is not mentioned there. താൻ മടങ്ങി ചിലപ്പോൾ തെസ്സലോനിക്കയിലേക്ക് പോയി അവിടെയുള്ള സഭയിലും അവിടെയുള്ള ശുശ്രൂഷകളിലും താൻ ആയിരിക്കുന്നു എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കുവാൻ കഴിയും. It's probably because he returned to Thessalonica and continued the ministry over there. That's probably why his name wasn't mentioned. 1-ാം നൂറ്റാണ്ടിൽ തന്നെ കള്ളപ്രവാചകന്മാരും തെറ്റായ അല്ലെങ്കിൽ തെറ്റായ പഠിപ്പിക്കുന്ന ആളുകളും സഭയിലേക്ക് കടന്നു വന്നുകൊണ്ടായിരുന്നു. We see that in the early church, even there were false teachers that was coming into the church. അവരുടെ മധ്യത്തിൽ അവരെ സൂക്ഷിക്കുവാൻ അല്ലെങ്കിൽ ദൈവസഭയെ സൂക്ഷിക്കുവാൻ കഴിവുള്ള ചില നേതാക്കൾ അല്ലെങ്കിൽ നടത്തിപ്പുകാർ ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. And to guard the church from these false teachers, there needed to be strong believers or strong teachers. അതുകൊണ്ട് ആ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ താൻ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അവിടെയുള്ള ശുശ്രൂഷകളിൽ തൻ്റെ ശിഷ്ടകാലം കഴിച്ചു എന്ന് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. And we can see that he spent his life in Thessalonica guarding
and the church against false teachers. അത് ഇന്ന് സഭകളിൽ എവിടെ നോക്കിയാലും ശരിയായ നേതൃത്വം ഇല്ല എങ്കിൽ വളരെ വളരെ ദോഷം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. And we can see even today, if the sound gospel is not preached, there's many problems that comes into the church. അതുകൊണ്ടുള്ള ബന്ധത്തിലൊരു കാര്യം പറയാൻ എനിക്ക് പ്രേരണയുണ്ടാകുന്നു എന്ന് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അതായത് മറ്റൊന്നുമല്ല, ഈ പെന്തക്കോസ്ത് സഭകളെ നോക്കുമ്പോൾ അവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വമുണ്ട്. If you look at the Pentecostal church, their leadership is chosen by election. ജനാധിപത്യ പ്രകാരം തിരഞ്ഞെടുക്കുന്ന നേതൃത്വങ്ങൾ അവർക്ക് സെക്രട്ടറിയും പ്രസിഡന്റും അങ്ങനെയുള്ള നേതൃത്വങ്ങളൊക്കെ ഉണ്ട്. It's a more of a democratic process where the board is elected by the people. എന്നാൽ അവർക്ക് വാസ്തവത്തിൽ ഉപദേശകരമായ വിഷയത്തിൽ അവർക്ക് യാതൊരു അറിവും ഇല്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. And we see that because of that, the leadership might not be well aware or well versed in the word of God. ഇങ്ങനെയുള്ള വലിയ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തും, അതായത് കൃപാവരങ്ങളുടെ പേരെക്കുറിച്ച് ABCD അറിയാൻ വയ്യാതെ XYZ മാത്രം അറിയുള്ളൂ. അതുകൊണ്ട് ഏത് ഉപദേശം വന്നാലും അവരെ സ്വീകരിക്കുന്ന ഒരു പ്രവണത അവരുടെ മധ്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. And because they lack the knowledge of the word of God, we see that there's many false teaching that comes into their midst because they lack the basics about the gospel. കൃപാവരങ്ങളുടെ പേര് പറഞ്ഞ് എന്തും സഭകളിലേക്ക് കടന്നു വരികയും അവരെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമുക്കവരുടെ മധ്യത്തിൽ കാണുവാൻ കഴിയുന്നത്. They have a tendency to accept any gospel that comes into their midst. ആ നിലയിൽ ദൈവനാമം ദുഷിക്കപ്പെടുന്ന അനേക വിഷയങ്ങൾ നടക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. And we see that many of the things that takes place in that environment dishonors the name of the Lord. അതെ, ഏത് സഭകളിലും ശരിയായ നേതൃത്വം, ദൈവവചനം അറിയുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും പിടിച്ചുകൊള്ളുകയും ചെയ്യുന്ന നേതൃത്വം ആവശ്യമാണ്. And that's why it's very important at the local assembly to have a sound word preached and taught and understood. അത് ആ നിലയിൽ ഈ അരിസ്തർക്കോസ് എഫേസോസിൽ ഉള്ള വിശ്വാസികൾക്ക് ആ നിലയിൽ താൻ ഒരു മാതൃകയായി അവരെ പഠിപ്പിക്കുകയും വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുകയും ചെയ്തു എന്ന് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ട്. And that's what Aristarchus was doing at his church. He was teaching and preaching the sound doctrine, sound word of God. അതെ, നമ്മോടുള്ള ബന്ധത്തിൽ നാമും ആ വിഷയം കരുതിക്കൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. And it is something that we also need to keep in mind. അടുത്തതായിട്ട് ലൂക്കോസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. Next we can look at Luke. ലൂക്കോസിനെ കുറിച്ച് ദൈവവചന ഈ പുതിയ നിയമത്തിൽ മൂന്ന് പ്രാവശ്യമേ തൻ്റെ പേര് പറഞ്ഞ് പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. And we see that Luke is only mentioned by name in 3 passages. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ലൂക്കോസിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ദൈവവചനത്തിൽ നിന്ന് നോക്കിയാൽ കാണുവാൻ കഴിയുകയില്ല. So we don't know that much about Luke from the word of God. ഭാഗങ്ങളൊന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 4:11 വാക്യം. In one of those passages where he's mentioned is in Colossians chapter 4 verse 11. And Jesus, who is called Justice, these are my only fellow workers for the kingdom of God, who are of the circumcision. They have proved. 14. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അവിടെ വൈദ്യനായ ലൂക്കോസ് എന്ന് പൗലോസ് പറയുന്നു. Luke, the beloved physician, and Demas greet you. We see Luke here is referred as a physician, as a doctor. അതിനുശേഷം ലൂക്കോസിനെ കുറിച്ച് നമുക്ക് ഫിലമോന്റെ ലേഖനത്തിൽ ഇപ്പോൾ ആഴ്ച ഭാഗത്ത് കാണുവാൻ കഴിയും. And the other where he's mentioned is other passage is mentioned is in Philemon. ഇവിടെ ലൂക്കോസിനെ കുറിച്ച് എൻ്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർക്കോസും ലൂക്കോസും എന്നാണ് വായിക്കുന്നത്. And Luke is here mentioned along with Aristarchus as my fellow prisoner or fellow laborer. എന്നാൽ അങ്ങനെ ആ നിലയിൽ കൂട്ടുവേലക്കാരനായും അതായത് ഒരു വൈദ്യനായിട്ടും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ലൂക്കോസിനെ. And we see that Luke here is not only a physician but he's also
as a fellow laborer in Christ. പിന്നെ കാണാൻ കഴിയുന്നത് 2 തിമോഥെയോസ് 4:11 And the other passage we see him in 2 Timothy chapter 4 verse 11. chapter 4 verse 11. ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ, മർക്കോസും എനിക്ക് എന്നും അവിടെ ലൂക്കോസ് മാത്രമേ അവിടെ ആ സമയത്ത് പൗലോസിനോടുകൂടെ ഉള്ളൂ എന്ന് വായിക്കുന്നുണ്ട്. And we see that Paul here says that only Luke was with him. ഇങ്ങനെ ഈ 3 റെഫറൻസ് മാത്രമേ നമുക്ക് ലൂക്കോസിനെ കുറിച്ച് പേര് പറഞ്ഞ് ദൈവവചനത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നുള്ളൂ. And these are only the 3 passages where Luke is mentioned by name. എന്നാൽ ലൂക്കോസിനെ കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന അനേക കാര്യങ്ങളുണ്ട്. But we can understand who Luke was from the word of God. ലൂക്കോസാണ് ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തികളും എഴുതിയത്. We see that Luke, this Luke is the one that wrote the Gospel of Luke and the Acts of the Apostles. ലൂക്കോസ് ഒരു യഹൂദൻ അല്ലായിരുന്നു എന്ന് നാം കൊലോസ്യ ലേഖനത്തിൽ വായിച്ചു. അതായത് പരിച്ഛേദനക്കാരുടെ കൂട്ടത്തിൽ ലൂക്കോസിനെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് താൻ ഒരു യഹൂദൻ അല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Because he's not mentioned with the other Jews, we can understand that Luke was not Jewish. ഒരു യഹൂദൻ അല്ലാത്ത ദൈവവചനം പുതിയ നിയമത്തിൽ എഴുതിയ ഏക എഴുത്തുകാരനാണ് ലൂക്കോസ്. Luke is the only one non-Jew that is written a book in the New Testament. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എഴുതുവാൻ തനിക്ക് വളരെ നല്ല ഒരു കൃപ ദൈവം കൊടുത്തു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. God gave him great grace to write the Gospel of Luke. താൻ യേശുക്രിസ്തുവിന്റെ ശിഷ്യനല്ലായിരുന്നു. He wasn't a disciple. അതുപോലെ യേശുക്രിസ്തുവിന്റെ പരസ്യ പ്രവർത്തന സമയത്ത് താൻ ഒരു ദൃക്സാക്ഷി അല്ലായിരുന്നു. He wasn't an eyewitness to the works of Christ. എങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് താൻ വളരെ മനസ്സിലാക്കി വിവിധ നിലയിൽ താൻ മനസ്സിലാക്കുകയും വളരെ നല്ല ഒരു സുവിശേഷം അല്ലെങ്കിൽ മറ്റ് സുവിശേഷങ്ങളിൽ എഴുതാത്ത അനേക കാര്യങ്ങൾ തൻ്റെ സുവിശേഷത്തിൽ താൻ എഴുതുകയും ചെയ്തിട്ടുണ്ട്. Even though he wasn't a disciple or an eyewitness, we see that in the Gospel of Luke there are many instances mentioned in the Gospel where it's not mentioned in the other Gospels. കർത്താവായ യേശുക്രിസ്തു യഹൂദയിലും യെരുശലേമിലും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ മാത്രം സഞ്ചരിക്കുകയും കൂടുതലായി പ്രധാനമായി യഹൂദന്മാരുടെ മാത്രം മധ്യത്തിലുമാണ് പ്രവർത്തിച്ചത്. We see that if you look at the ministry of our Savior, we see that he ministered between Judea and Jerusalem and mainly towards the Jews. എന്നാൽ ഇവിടെ ലൂക്കോസ് എഴുതുന്ന ഉടനെ ഇത് യഹൂദന്മാരെയോ അല്ലെങ്കിൽ അവിടെയുള്ള ചുറ്റുപാടുകൾക്ക് വേണ്ടി മാത്രമല്ല എഴുതിയ ലോകത്തിലുള്ള സകല മനുഷ്യരും മനസ്സിലാക്കത്തക്കവണ്ണം അറിയത്തക്കവണ്ണം ഉള്ള ഒരു സുവിശേഷമാണ് തൻ്റെ എഴുതിയിരിക്കുന്നത്. But we see that Luke wrote his gospel not only to the Jews but to the Gentiles and to the whole world. കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് താൻ അവിടെ ചിത്രീകരിക്കുന്നു. And he is trying to present Jesus as a man. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ചും താൻ വളരെ വ്യക്തമായും അതുപോലെ നല്ല വിവരണമായിട്ടും എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയും. We see that in the Gospel of Luke, the birth of Christ and the birth of John the Baptist is mentioned in detail. മറ്റു സുവിശേഷങ്ങളിൽ ആ നിലയിലുള്ള ഒരു വിവരണം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. And we don't see that detail, those kind of detail in the other Gospels. ഇവിടെ അതിനുവേണ്ടി താൻ വളരെ പരിശ്രമിക്കുകയും അനേക കാര്യങ്ങൾ താൻ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. And we see that because he researched and he spoke to many people and worked really hard, that he was able to obtain those stories to write in the book of Luke. അതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ താൻ അതേക്കുറിച്ച് പറയുന്നുണ്ട്. 4-ാം വാക്യത്തിൽ അത് ക്രമമായി എഴുതുന്നത് നന്നെ ആദ്യം മുതൽ സകലവും ആദ്യമായിട്ട് വായിക്കാം. ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിക്കുന്ന വാർത്തകളുടെ നിശ്ചയം അറിയേണ്ടതിന്
അറിയേണ്ടതിനെ അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ച് എനിക്കും തോന്നിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് വളരെ ക്രമമായി എഴുതുവാൻ താൻ വളരെ ക്രമമായി എഴുതുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. We read from Luke chapter 1 from 1 to 4 that Luke spent much time interviewing eyewitnesses because he wanted to be certain of the things that he was to instruct Theophilus. അതിനുവേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ താൻ ആ യേശുക്രിസ്തുവിൻ്റെ അമ്മയെയും കണ്ട് വിവരങ്ങൾ ശേഖരിച്ചു എന്ന് ന്യായമായിട്ട് ചില എഴുത്തുകാർ എഴുതിയിരിക്കുന്നുണ്ട്. We read in the history books that while Mary was still alive, Luke was able to interview her and to get many details about the early life of Christ. ഈ സുവിശേഷത്തിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം ഈ എഴുത്തുകളിൽ എഴുതപ്പെട്ടിട്ടുള്ള സകല പുസ്തകങ്ങളിലും ഏറ്റവും നല്ല എഴുത്ത് ആണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Many historians view the Gospel of Luke as the best written gospel compared to the other ones. താനൊരു നല്ല കൾച്ചറുള്ള അല്ലെങ്കിൽ നല്ല സംസ്കാരമുള്ള ഒരു വ്യക്തിയായിരുന്നു. He was well learned, well spoken and cultured. നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരുന്നു. And he was well studied. അതുപോലെ തനിക്ക് നല്ല കലയുള്ള വ്യക്തി, ഒരു കാര്യം ചെയ്യുവാനുള്ള അതിനുള്ള എല്ലാ കലയും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. And he had the ability to accomplish what he set his mind to. താൻ തൻ്റെ ഈ സുവിശേഷം എഴുതുന്നതിന് താൻ ഈ കാര്യങ്ങളെല്ലാം വളരെ പ്രായോഗികമാക്കിയാണ് ഈ സുവിശേഷം എഴുതുന്നത്. And we see that he wrote the gospel, accumulating all these stories and spending time and being dedicated to his work. അത് ഈ ലൂക്കോസ് ഓർത്തുപോലെ ഈ അപ്പോസ്തല പ്രവൃത്തിയും ലൂക്കോസാണ് എഴുതിയത്. As mentioned before, Luke also wrote the Acts of the Apostles. എന്നാൽ ഇവിടെ പൗലോസിനോട് താൻ ചേരുന്നത് അവിടെ ത്രോവാസിൽ വെച്ചാണ് താൻ പൗലോസിനോട് ചേരുന്നതെന്ന് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. In Acts chapter 16 we see that he joined with Paul in Troas. അതിനുശേഷം ത്രോവാസിൽ നിന്ന് താൻ ഫിലിപ്പിയ വരെ വന്നു. We see that he traveled from Troas to Philippi. ഫിലിപ്പിയിൽ വന്ന് പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന സമയത്ത് താൻ പൗലോസിനോടുകൂടെ ഇല്ലായിരുന്നു എന്ന് കാണുവാൻ കഴിയും. And we see that in Philippi he wasn't in chains with Silas when Paul was in prison. ഏകദേശം അതിനുശേഷം ഒരു 7 വർഷത്തെ 7 വർഷത്തോളം താൻ പൗലോസിനോടുകൂടെ ഇല്ലായിരുന്നു, എന്നാൽ താൻ ഫിലിപ്പിയ പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. For 7 years there's a gap where he wasn't traveling with Paul, but we see that he was with the saints in Philippi. അതിന്റെ കാരണം തൻ്റെ എഴുത്തില് താൻ കൂടെ ഉള്ളപ്പോൾ താൻ എഴുതുന്നത് ഞങ്ങൾ എന്നാണ്. Because we see that in Acts of the Apostles where he mentions them as us, meaning that he was എന്നാൽ താൻ കൂടെ ഇല്ലാത്തപ്പോൾ താൻ എഴുതുന്നത് അവർ എന്നാണ്. And when he wasn't with Paul, he refers to them as their. അതെ, ആ നിലയിൽ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ വരെ ഞങ്ങൾ എന്ന പ്രയോഗം നമുക്ക് കാണുവാൻ കഴിയും. And we see that in Acts chapter 16 up until verse 16 he mentions the story as our story or our journey. എന്നാൽ അതിനുശേഷം നാം കാണുന്ന അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ 4-5 വാക്യങ്ങളിലാണ് പിന്നീട് ഞങ്ങൾ എന്ന പ്രയോഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. We look at Acts chapter 20 verse 4 or 5. Verse 4 and 5 he's referring to them or these men. We. അതുകൊണ്ട് താൻ അതിനുശേഷം പൗലോസ് ഫിലിപ്പിയയിൽ വന്നിട്ട് അവിടെ നിന്ന് പിന്നീട് എഫേസോസിലേക്ക് അല്ലെങ്കിൽ പിന്നീട് യാത്ര ചെയ്യുമ്പോൾ പിന്നീടുള്ള യാത്രകളിലൊക്കെയും ഈ ലൂക്കോസ് പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നു. But we see that from verse 6 on he refers to them, but we sailed to Philippi
And from then on, he's mentioned as being with Paul. അത് താൻ പൗലോസിനോടുകൂടെ കാരാഗ്രഹത്തിലുണ്ടായിരുന്നു. He was in chains with Paul. അതായത് പിന്നെ പൗലോസിൻ്റെ അന്ത്യകാലത്തും പൗലോസിനോടുകൂടെ ഉണ്ടായിരുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ലൂക്കോസ് ആയിരുന്നു. And we see that even up until the end of Paul's life, we see that Luke was with him. ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു എന്ന് നാം ഓർത്തു. അതാണ് ഇവിടെ കുറിച്ച് നാം വായിക്കുകയും ചെയ്തു. We read that Luke was a physician. ആ നിലയിൽ തൻ്റെ ആ വൈദ്യൻ എന്ന നിലയിൽ പൗലോസിന് വേണ്ട ശുശ്രൂഷകൾ താൻ ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. And we see that he ministered to Paul as a physician. മാത്രമല്ല സുവിശേഷത്തിന് വേണ്ടി താൻ പൗലോസ് പറയുന്ന എൻ്റെ ഫെലോ വർക്കർ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ എന്ന് ഇവിടെ ലൂക്കോസ് ഫിലമോന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. Luke not only ministered to Paul as a physician, but also as a fellow worker, as spreading the gospel. ആ നിലയിൽ പൗലോസിനെ ശുശ്രൂഷിക്കുവാൻ താൻ വളരെ പ്രയത്നിക്കുകയും എല്ലാ നിലയിലും പൗലോസിന്റെ ഒരു നല്ല സഖിയായിട്ട്, നല്ല സഹയാത്രികനായിട്ട്, മാത്രമല്ല ഒരു സഹപ്രവർത്തകനായിട്ട് താൻ പ്രവർത്തിച്ചു. So we see that Luke really made an effort to serve Paul, not only as a physician, but also as a fellow worker, a fellow traveler with Paul. താൻ ഒരു വൈദ്യനായിരിക്കുന്ന നിലയിൽ തനിക്ക് ലോകപരമായി ചിന്തിച്ചാൽ നോക്കിയാൽ തനിക്ക് നല്ല നിലയിൽ ജീവിക്കുവാൻ, നല്ല ജോലി ചെയ്യുവാൻ, ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും തനിക്കുണ്ടായിരുന്നു. You see, Luke being a physician, he had every opportunity to live a good life, if we look at it, his life from this world's point of view. എന്നാൽ താൻ ആഗ്രഹിക്കാതെ കർത്താവിൻ്റെ ദാസനായ പൗലോസിനോടുകൂടെ കഷ്ടം അനുഭവിക്കുവാനും ജയിലിൽ തന്നെ ശുശ്രൂഷിക്കുവാനും താൻ തിരഞ്ഞെടുത്തു. But we see that he set that life aside to spend time with Paul, traveling and being his prisoner. ദേമാസിനെ കുറിച്ച് വായിക്കുന്നത്, ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. We see that Paul says that Demas left him to serve the world. എന്നാൽ ഇവിടെ ഈ ലൂക്കോസിനെ കുറിച്ച് നോക്കുമ്പോൾ തനിക്ക് ആ നിലയിൽ ലോകപ്രകാരമുള്ളതൊക്കെയും താൻ ഛേദമെന്നെണ്ണിക്കൊണ്ട്, പൗലോസ് പറയുന്നത് അതെല്ലാം ഛേദമെന്നെണ്ണിക്കൊണ്ട് പൗലോസിനെ ശുശ്രൂഷിക്കുവാനുള്ള ആ ഒരു മനസ്സ് തനിക്ക് അത് തിരഞ്ഞെടുക്കുകയും ചെയ്തു. But Luke, who considered the world rubbish, and decided to serve Paul, unlike Demas. എന്നാൽ പൗലോസിന്റെ അന്ത്യത്തെക്കുറിച്ച് ഇവിടെ ലൂക്കോസ് എഴുതുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. We don't see Luke writing about the end of Paul's life. കാരണം ലൂക്കോസ് ഈ അപ്പസ്തല പ്രവൃത്തികളിൽ അവിടെ താൻ അതിനു മുമ്പ് തന്നെ ഈ അപ്പസ്തല പ്രവൃത്തി എഴുതി താൻ അവിടെ ക്ലോസ് ചെയ്തതുകൊണ്ട് പൗലോസിന്റെ അന്ത്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. Because the Acts of the Apostles was ended, the book was finished before the life of Paul was ended. എങ്കിലും പൗലോസിന്റെ അന്ത്യം വരെയും താൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് 2 തിമോത്തിയോസിന്റെ പൗലോസിന്റെ പൗലോസിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. But we can see from 2 Timothy that Luke was with Paul until Paul's life ended. ഓക്കെ, നമ്മുടെ ഈ ജീവിതത്തിൽ അതത്ര നല്ല മാതൃക കാണിച്ചിരിക്കുകയാണ് ഈ ലൂക്കോസും. And we see how much of a good example that Luke has shown us. ലോകപ്രകാരം നല്ല നിലയിൽ ജീവിക്കുവാൻ കഴിയെങ്കിലും നാം മോശയോടെ കുറിച്ച് വായിക്കുന്നുണ്ട്, ഈ ലോകത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോട് കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു എന്ന് വായിക്കുന്നത് പോലെ ലൂക്കോസും ആ പാത തന്നെയാണ് തിരഞ്ഞെടുത്തത്. We read about Moses from Hebrews that he forsook the pleasures of Egypt, but he considered that he wanted to live as with the bondage of the Israelites. He considered that life more abundant or better than the pleasures of Egypt. അതെ, നമുക്ക് ആ നിലയിൽ ലോകത്തെക്കാൾ അധികമായി ലോകത്തിലെ സമ്പത്തോ അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള എല്ലാത്തിനേക്കാളൊക്കെയും കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ വേലയിൽ നമുക്ക് വർദ്ധിച്ചു വരികയും ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Likewise, let's also forsake the world and the pleasures of the world
and let's follow Christ. അത് പിന്നീട് അവിടെ നാം വായിക്കുന്നത് ഈ സഹോദരന്മാരൊക്കെയും ഫിലെമോനെ വന്ദനം ചെയ്യുന്നതായിട്ടാണ് അവിടെ പൗലോസ് എഴുതിയിരിക്കുന്നത്. And we see that these brethren were greeting ഫിലെമോൻ. Philemon. Sorry. അതായത് ഇവിടെ വന്ദനം എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിനെ കീപ്പ് ഓൺ റിജോയ്സിങ് അല്ലെങ്കിൽ സന്തോഷിച്ചു കൊണ്ടേ ഇരിപ്പീൻ എന്നാണ് ആ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്നാണ് ഞാൻ വായിച്ചത്. And this greeting meaning keep on rejoicing. ആ നിലയിൽ അന്യോന്യം നാം വന്ദനം അറിയിക്കുമ്പോൾ മറ്റുള്ളവർ എപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കണം എന്നുള്ള ആ ആഗ്രഹത്തിൽ അവരോടുകൂടെ സന്തോഷിക്കുകയും എല്ലാവരും ആ നിലയിൽ സന്തോഷമായിരിക്കുവാൻ നാം ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. And likewise we should also, when we greet each other, we should also look for continuing in joy with others and also wishing well that our fellow brothers also live. അവനിവിടെ ആ നിലയിൽ ലൂക്കോസിന്റെയും ഈ സഹോദരന്മാരുടെയും ഒക്കെ വന്ദനം ഫിലെമോനെ അറിയിക്കുന്നു. And we see that all these are being mentioned to Philemon. അവിടെ 25-ാം വാക്യത്തിൽ പിന്നെയും പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് താൻ ഇവിടെ ഈ ലേഖനം അവസാനിപ്പിക്കുകയാണ്. And we see that he ends this book by saying the grace of our Lord Jesus Christ be with you. പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് താൻ അവസാനിപ്പിക്കുന്നത്. We see that this is how most of the books are ended. By mentioning the grace of our Lord Jesus Christ. ഓരോ ദൈവവിശ്വാസിക്കും ആവശ്യമായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാണ്. And for each believer, what is enough is the grace of our Lord Jesus. കൃപയില്ലാതെ നമുക്ക് ഒരു ദിവസം പോലും ജീവിക്കുവാൻ കഴിയുകയില്ല. And without the grace of our Christ, we can't even live one day. എന്നാൽ ഈ കൃപയിൽ ജീവിക്കുമ്പോൾ നാം വളരെ താഴ്മയോടും വിനയത്തോടും കൂടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. But we can live with humility and in humbleness under the grace of our Lord. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ ആയിരിക്കുന്നത് കൃപയാലാകുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ നാമും ആയിരിക്കുന്നത് ദൈവകൃപ മാത്രമാണ് എന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. We see that Paul says, I am what I am by the grace of God, and we can also say that what we are because of the grace of our Lord Jesus Christ. Not on my merit but on his grace എന്ന് പറയാം. അല്ലെങ്കിൽ എൻ്റെ മിടുക്ക് കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപയാണ്. ആ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെയും സഹായിക്കട്ടെ. And let's also live a life where we're not living based on our abilities or our merits, but we live our life by the grace that the Lord provides. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ, അതായത് നമ്മുടെ ഭൗമികമായ കാര്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ ആത്മാവോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. And Paul here is wishing that the grace of the Lord Jesus Christ be with your spirit, and not just for your physical well-being but also with your spiritual well-being. അതെ, നമ്മുടെ ആ നിലയിലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മുടെയും ഓരോരുത്തരുടെയും ആത്മാവോടുകൂടെ ഇരിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അന്യോന്യം പ്രത്യാശിക്കുകയും ചെയ്യാം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. And that's the hope that we can have for each other, and the prayer that we can have for each other, that we all live that and our spirit would be lived under the grace of our Lord Jesus Christ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. And our Lord be glorified.